കടങ്കഥ. കടങ്കഥ അല്ലേ? അതെ. ഓക്കെ. ആദ്യാണോ? കണ്ടോ? ഞാൻ കണ്ടു. ഞാൻ കണ്ടു. ഇങ്ങോട്ട് നോക്കി എന്നിട്ട് ഇതിലെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നേ. ആരംഭിച്ചോ? ഞാൻ ഫുൾ എളുപ്പമുള്ളതാ ചോദിക്കണുള്ളൂ. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 5 പോലെ. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്നാ ചോദിക്കേ. ഒരു കടങ്കഥ കഴിക്കാൻ എത്ര ആലോചിക്കുന്നത്? ആ ചാൻസ് കഴിഞ്ഞു. ഞാൻ അങ്ങനെ ഇത്ര ടൈം എടുക്കാൻ പാടില്ല. നിലം കീറി ഉരുളി കിട്ടി. നിലം കീറി ഉരുളി കിട്ടി. ഉരുളി കിട്ടി. ടൈമിംഗ് ഉണ്ടോ? 10 വേണ്ട. ആയിക്കോട്ടെ. അത് കേട്ടോ. 1 2 3 4 5 6 7 8 9 10. ചേന. ഇതപ്പോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണല്ലോ, ഇത് കുറച്ച് ടഫാണ്. നിങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞ ടഫാണോ അല്ലേന്ന്. ഇട്ടാൽ മുട്ടും ഇംഗ്ലീഷ് മുട്ടാം. കടുക്. ഞാനാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ. മാനത്തെ കുമ്പളങ്ങയ്ക്ക് പിടിക്കാൻ പറ്റില്ല. ചന്ദ്രൻ. യെസ്. 1000 പറ അവളിൽ ഒരു നുള്ളിൽ കൊട്ടത്തേങ്ങ. 1000 ആകാശ നക്ഷത്രങ്ങളും ചന്ദ്രനും. വായില്ല ഭരണിയിൽ 2 കറി 2 നിറം. വായില്ല ഭരണിയിൽ 2 കറി 2 നിറം. എന്തോത്തെ? 1 വായില്ല 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 ഭരണിയിൽ 2 കറി 2 നിറം. എണിക്കോ 1 2 3 4 5 6 7 8 9 10. പോയിട്ടാ അങ്ങനെ വായില്ല. മുട്ടിച്ചിട്ടല്ലേ ചോദ്യം തെറ്റല്ലേ? കോഴിമുട്ട പൊട്ടിച്ചാലോ ഓട്ടായി. പൊട്ടിച്ച് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പൊട്ടിക്കാതെ കൊണ്ടാണല്ലോ. വായില്ല വായില്ല ഭരണി. അതായത് കോഴിമുട്ട ഒറിജിനൽ കോഴിമുട്ട ശരിക്കും കോഴിമുട്ടക്ക് അതിന് ഓട്ടുണ്ടാവോ? അടുത്താരാ? നിങ്ങളെ തെറ്റിയാലും ഞാൻ തന്നെയാണല്ലേ. അമ്മയെ കുത്തി മകൻ മരിച്ചു. തീപ്പെട്ടിക്കൊള്ളി. ഇത് പറ്റൂല കേട്ടോ. നല്ല കടകൾ അറിയാം. വെള്ളക്കാലത്ത് പള്ളക്ക് കൊമ്പ്. വെള്ളക്കാലത്ത് പള്ളക്ക് കൊമ്പ്. ഇപ്പോൾ സുഖമില്ല, വേണ്ട. കുറച്ച് നല്ല മഴ കേട്ടോ. അടുത്ത ചോദിക്കും. ജനിക്കുമ്പോൾ മരിച്ചിട്ട് പിന്നെ ജീവിക്കും. അതെന്താ? കുറുമ്പ? എനിക്കറിയില്ല. അങ്ങനെ പക്ഷികളുടെ മുട്ട. അതെന്താ അങ്ങനെ? ജീവനല്ലോ. പക്ഷിയെ മാറുമ്പോൾ ജീവനുണ്ട്. പക്ഷികൾക്ക് മാത്രമല്ലല്ലോ, പാമ്പിന്റെ ഇതൊക്കെ അങ്ങനെയല്ലേ. മുട്ട പക്ഷികളെ മുട്ട ക്വസ്റ്റ്യൻ തെറ്റാ. അതിനാൾ പോയില്ലല്ലോ. മറ്റേക്കട്ടെ. കണ്ടാലൊരു വണ്ടി, തൊട്ടാലൊരു ചക്രം. ഞാൻ നിർത്തി. ആയിക്കോട്ടെ. നല്ല സുഖമുള്ള. മണ്ണ് വെട്ടി പാറ കണ്ടു, പാറ വെട്ടി വെള്ളി കണ്ടു, വെള്ളി വെട്ടി വെള്ളം കണ്ടു. ഇതൊക്കെ അറിയാം. ഇത് നല്ല സിമ്പിൾ. എല്ലാവരും എപ്പോഴും ചെറിയ ക്ലാസ് കുട്ടികളെ മണ്ണ് വെട്ടി പാറ കണ്ടു, പാറ വെട്ടി വെള്ളി കണ്ടു, വെള്ളി വെട്ടി വെള്ളം കണ്ടു. തേങ്ങ. ഈ ചേരി തേങ്ങ മനസ്സിലായില്ലേ? ചിരട്ട ഇടയിലുള്ള കാമ്പ്. കാമ്പ് കഴിഞ്ഞില്ല വെള്ളം. കരടിയിലുണ്ട് കുതിരയിലില്ല, ഉഴുന്നിലുണ്ട് ഉലുവയിലില്ല, ജനതയിലുണ്ട് ജനങ്ങളില്ല, 3 അക്ഷരമുള്ള ഞാനാര്? കരടിയിലുണ്ട് കുതിരയിൽ ഇല്ല, ഉഴുന്നിലുണ്ട്
മുന്നിലുണ്ട്. ഉലുവയിലില്ല. ജനതയിലുണ്ട്, ജനങ്ങളിലില്ല. 3 അക്ഷരമുള്ള ഞാനായി. ഇതും ഈ പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഇവിടുന്ന് ഞാൻ കടങ്കഥന്റെ ഒരു ചലഞ്ചിനെയാണ് ഉണ്ടാവുക. ഒരു ക്ലൂ തരാം. ഒരു മൃഗത്തിന്റെ പേരാണ്. കരടിയിലുണ്ട്, കുതിരയിലില്ല. കരടിയിലുണ്ട്, കുതിരയിലില്ല. ഉഴുന്നിലുണ്ട്, ഉഴുന്നിലുണ്ട്, ഉലുവയിലില്ല. ജനതയിലുണ്ട്. യെസ്, കഴുതയാണ്. ഞാൻ ഫുള്ള് സുഖമുള്ള ചോദിക്കണേ. ഓടി നടക്കും, പറന്ന് നടക്കും, തീപ്പന്തം. പൊന്നു തിന്ന് വെള്ളി തുപ്പി. പൊന്നു തിന്ന് വെള്ളി തുപ്പി. ഇതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? അപ്പൊ അതിന്റെ സീസണൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുകയാണെന്ന് വെച്ചാല് കഴിഞ്ഞോണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല. പക്ഷെ അമ്പിളിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഫ്രൂട്ട്. ഫ്രൂട്ടാണ് ഇഷ്ടല്ലേ? അമ്പിളിക്ക് ഫ്രൂട്ട് ഇഷ്ടമാണ്. പൊന്നു തിന്ന് ചക്കയാണോ? അത് ഞാൻ പറയില്ല. പൊന്നു തിന്ന് വെള്ളി തുപ്പി. ചക്ക അങ്ങനെ പറഞ്ഞാൽ മതി. കറക്റ്റ് ആയിട്ട് പറയാം. ചക്കപ്പഴം. ചക്കച്ചുള. ചക്ക ഞാൻ ചക്കച്ചുളയാണ് ഉദ്ദേശിച്ചത്. ഞാൻ ചക്കന്റെ മടലും ചോണി വരത്തൊന്നുമില്ലല്ലോ. ആയിക്കോട്ടെ, സമ്മതിച്ചു. ഇനി അടുത്ത പറയും. മതിലേ? കഴിഞ്ഞില്ലേ? ഞാൻ ലാസ്റ്റ് ചോദിക്കാന്. ഞാൻ ആദ്യം ചോദിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ ഫിനിഷ് ആയി. അപ്പം 4-5 ആൻസർ ആയിട്ട് ഞാൻ കൂടുതൽ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ചേച്ചേ അല്ല, ഇപ്പൊ ചേച്ചേ ചോക്ലേറ്റ് ആരേച്ചേ? പക്ഷെ മൊത്തം ചോക്ലേറ്റ് തരാന്ന് പറഞ്ഞാൽ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പൊ ആരേച്ചേ? കഥ പറയാൻ പാടില്ല. അപ്പൊ സത്യസന്ധമായിട്ട് ഐശു ഇത് കടങ്കഥ എന്താ പറയുക, കടങ്കഥ മത്സരം എന്തെങ്കിലും ഒന്ന്